ഒമാനിലെ ദുഖം തുറമുഖത്ത് എണ്ണ സംഭരണ ടാങ്കുകൾക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ട്. ആക്രമണത്തിൽ ആളപായമില്ലെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. മസ്കത്തിൽ നിന്ന് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അലി, ഈ ഡ്രോൺ ആക്രമണം നടന്നു എന്നത് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ടോ? തീർച്ചയായും ഒമാനിൽ ദുഃഖം തുറമുഖത്തെ എണ്ണ ടാങ്കറിലേക്ക് ലക്ഷ്യമിട്ടാണ് ഡ്രോൺ ആക്രമണം നടന്നത് എന്നാണ് ഒമാൻ ന്യൂസ് ഏജൻസി സ്ഥിരീകരിക്കുന്നത്. ആക്രമണത്തെ ഒമാൻ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ നിയന്ത്രണ വിധേയമാക്കുകയും ആർക്കും പരിക്കേൽക്കാതെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്നുമാണ് പ്രതികരണ സംഘങ്ങൾക്ക് കഴിഞ്ഞെന്നുമാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. വാണിജ്യ തുറമുഖത്തെ ഇന്ധന സംഭരണ ടാങ്കുകൾക്ക് നേരെ നിരവധി ഡ്രോണുകൾ ലക്ഷ്യമിട്ടതായാണ് ഏജൻസി പറയുന്നത്. ഇതിൽ തന്നെ ഒരു ടാങ്കിൽ ഡ്രോൺ ഇടിക്കുകയും ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും പക്ഷേ ആളപായങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഏജൻസി പറയുന്നുണ്ട്. ഒമാനിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ എണ്ണ ടാങ്കറിന് നേരെയാണ് പ്രധാനമായും ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ ഒരു എണ്ണ ടാങ്കറിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ മരിക്കുകയും അതിന് തൊട്ടടുത്ത ദിവസം മുമ്പ് കസബിൽ നടന്ന എണ്ണ ടാങ്കിന് നേരെയുള്ള ആക്രമണത്തിൽ 2 ഇന്ത്യൻ പൗരന്മാരെ കാണാതാവുകയും അവർ മരിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തുതന്നെയായാലും ഇന്ന് ദുഃഖം പോർട്ടിലെ ഇന്ധന സംഭരണ ടാങ്കർക്ക് നേരെ നിരവധി ഡ്രോണുകൾ ലക്ഷ്യമിട്ടതായി ഒമാൻ ന്യൂസ് ഏജൻസി അറിയിക്കുന്നുണ്ട്. പക്ഷേ വലിയ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സിറിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണത്തെയും ഒമാൻ അപലപിച്ചിട്ടുണ്ട്. ഇതിനുള്ള അന്വേഷണവും ഒമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, അലിയാണ് വിവരങ്ങൾ നൽകിയത്.